ജിസ് ജോയ് സംവിധാനം ചെയ്ത് ആസിഫ് അലി, ബിജു മേനോൻ, അനുശ്രീ, മിയ ജോർജ്, ദിലീഷ് പോത്തൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന തലവൻ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം ജിസ് ജോയ് ഒരു ഫീൽ ഗുഡ് സിനിമകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വരെയാണ് അതിന്നും ഒരു വേറിട്ടൊരു സിനിമ വർക്കായില്ല. അതിനുശേഷം വന്ന ഈ തലവൻ പുള്ളിയുടെ ഒരു ഫീൽ ഗുഡ് എന്ന സ്ഥിരം ഫോർമാറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു ത്രില്ലറാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ തുടക്കം ഒരു TV ഷോയിലെ മുമ്പ് നടന്ന ക്രൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു കേസിനെ കുറിച്ചോ സംസാരിക്കുന്ന VRS എടുത്തിട്ടുള്ള DYSP നിന്നാണ് കഥ തുടങ്ങുന്നത്. പുള്ളിയുടെ ആ കഥ ചെന്നെത്തുന്നതാണ് നമ്മുടെ റിയൽ സ്റ്റോറി. ആസിഫ് അലി, ബിജു മേനോൻ അവരുടെ ഒരു സെയിം സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ്. സോ അവരുടെ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് ബിജു മേനോന്റെ വീടിന്റെ ടെറസിൽ നിന്ന് ഒരു ബോഡി കിട്ടുന്നതോടെ പിന്നീട് ആ കേസ് അന്വേഷണത്തിലേക്ക് മാറുകയാണ്. സോ ഈ ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന ഒരു തുടക്കം കിട്ടിയിട്ടും അതിനോട്ട് അങ്ങോട്ട് ഡീപ്പായി പോയതില്ല. എനിക്ക് ഒരു പോരായ്മയായിട്ട് തോന്നി. കാരണം അത് തുടക്കം കുറിച്ചു, അത് എന്തിനായിരുന്നു എന്ന് അറിഞ്ഞില്ല. ഇവർ തമ്മിലൊരു ഈഗോ ക്ലാഷ് പോലെ ചെറിയൊരു സീന് കാണിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഡീപ്പായിട്ട് പോകുന്നില്ല. മറിച്ച് ഈ കേസിന്റെ പുറകെയാണ് പോകുന്നത്. ഈ കേസിന്റെ പുറകെ പോകുന്നതാണെങ്കിൽ പോലും ഇവരുടെ ഒരു 2 പോലീസ് ഓഫീസർ മെയിൻ ലീഡ്സ് ചെയ്യുന്നുണ്ട്, ബിജു മേനോൻ, ആസിഫ് അലി. അപ്പോൾ അവരുടെ ഒരു ഇന്റലിജൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന പോലെയും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യാത്തൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു സിനിമയ്ക്ക് ഉള്ളത്. കാരണം അതായത് അവരുടെ ഒരു ഭയങ്കര ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നും സിനിമയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആസിഫ് അലിക്കാണെങ്കിലും പെർഫോമൻസ് ചെയ്യാനായിട്ടൊന്നും തോന്നിയില്ല. ആസിഫ് അലി, ബിജു മേനോനൊക്കെ ത്രൂ ഔട്ട് സിനിമയിലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുമെങ്കിലും ആകത്തുകയിലൊരു സിനിമ മൊത്തത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ആയി പോകും. ഒരു കൊലയാളി ആരാണ് അങ്ങനെ ഒരു രീതിയിൽ നമ്മളെ കൊണ്ടുപോകുന്നുവെങ്കിലും എവിടെ ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സിനിമയ്ക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം ത്രൂ ഔട്ട് എന്താ പറയുക, ഓക്കെ ഇത് ആരായിരിക്കും എന്നുള്ളൊരു മൂഡിലോട്ട് ഇങ്ങനെ പോകും. പക്ഷെ ജസ്റ്റ് വാവ്, അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് മിസ്സിങ് ആണ് ഈ സിനിമയിൽ. അത് ത്രൂ ഔട്ട് അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആയതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ബിജു മേനോൻ്റെ, അതും ഒന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ഫൈറ്റ് സീനായി പോയി. തിയേറ്ററിൽ ആകെ സൈലൻസ് ആയിരുന്നു, നോ ഇമ്പാക്റ്റ്. അതേപോലെ തന്നെ കുറേ സീനുകൾ അവർ അത്യാവശ്യം നല്ല ക്ലാപ്സ് കിട്ടുന്നത്. ആസിഫ് അലിക്കൊക്കെ ചില ഡയലോഗ്സിന് ആകെ 1-2 ഡയലോഗ്സിന് ഫുള്ള് തിയേറ്റർ ക്ലാപ്പ് കിട്ടിയുള്ളൂ. കാരണം ഒരു എക്സൈറ്റ്മെൻറ്റിങ് ആയിട്ടുള്ള ഒരു സീനുകളോ വളരെ കുറവായത്. ഒരു താളത്തിൽ അങ്ങനെയും പോകുന്ന ഒരു മൂവിയാണ് തലവൻ എന്ന സിനിമ. ആസിഫ് അലിയുടെ തന്നെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം ഡീസൻ്റ് ആയിട്ടുള്ള ഫിലിമാണ് തലവൻ. കാരണം അത്യാവശ്യം നല്ല ബോറടിക്കാതെ കുറച്ച് കണ്ടിരിക്കാം എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ദീപക് ദേവിനെ എടുത്തു പറയണം. പുള്ളിയുടെ സ്കോറുകളൊക്കെ വളരെ നൈസായിരുന്നു. സീനുകളിലൊക്കെ എലവേറ്റ് ചെയ്യാൻ ദീപക് ദേവിൻ്റെ സ്കോറുകൾക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു തിയേറ്ററിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഇത് തന്നെ വേറെയാണ്. ഏകദേശം സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റി കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ദീപക് ദേവ് തന്നെയാണ്. പിന്നെ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് കൊള്ളായിരുന്നു. അവർക്ക് പക്ഷെ കാര്യമായിട്ടൊന്നും ആ ക്യാരക്ടർ അങ്ങോട്ട് ഡെപ്തായിട്ട് എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ വില്ലൻ ചെയ്ത പുള്ളിയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്ത് പെർഫോമൻസ് ഒക്കെ കൊള്ളായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ പോരായ്മ നമുക്ക് സിനിമ ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓക്കെ, ഈ സിനിമ ഓക്കെ കുഴപ്പമില്ല, മുമ്പത്തെ പടങ്ങളെക്കാളും മച്ച് ബെറ്റർ ആയിട്ട് തോന്നി എന്നൊരു അഭിപ്രായം അല്ലാതെ വാവ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇന്റർവെൽ ബ്ലോക്ക് പറയാൻ അല്ലെങ്കിൽ ഇന്റർവെൽ സീൻ എന്ന് പറയാനായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിജു മേനോന്റെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ അതും വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ജസ്റ്റ് ഒരു എബവ് ആവറേജ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ തലവൻ. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രീവിയസ് മൂവീസ്, ആസിഫ് അലീൻ്റെ പ്രീവിയസ് മൂവീസിലെ ഡ്രോബാക്ക് കാരണമാണ് നല്ലൊരു തിയേറ്റർ സ്ക്രീൻ കിട്ടിയിട്ടില്ല. ഞാൻ കണ്ട തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശം സ്ക്രീനും എന്താ പറയുക സീറ്റുകളൊക്കെ ഭയങ്കര മോശമായിരുന്നു. കാരണം ഇവിടെ നമ്മുടെ ജില്ലയിൽ ആ തിയേറ്ററിൽ മാത്രമേ പടം ഓടുന്നുള്ളൂ. സോ ഇത് കാണാൻ പോകാൻ താല്പര്യമുള്ള പ്രേക്ഷകന് വേറെ ഓപ്ഷൻ ഇല്ല. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ തലവൻ തിയേറ്ററിലുണ്ട്. സോ ജസ്റ്റ് പോയി കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
നിറയെ സിനിമകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പം തലവൻ എങ്കിലും ആസിഫലിൻ്റെ തലവരെ മാറ്റിയെന്നാണ്. പുള്ളി പെർഫോമൻസ് ഒക്കെ നന്നായി ചെയ്യുന്നതാണ്, പക്ഷേ സ്ക്രിപ്റ്റ് സെലക്ഷൻ മാത്രം ചെറിയ രീതിയിൽ. ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ പുള്ളിയുടെ പടങ്ങളെ വെച്ച് നോക്കുമ്പോൾ മച്ച് ബെറ്റർ മൂവിയാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് മനസ്സിലായില്ല, അതെന്തിനായിരുന്നു അങ്ങനെ ഒരു ഇത് ആവശ്യമില്ല. പിന്നെ ജാഫർ ഇടുക്കിയുടെ ക്യാരക്ടറുണ്ട്, ഒരു ആവശ്യമില്ലാത്ത പോലെ തോന്നി എനിക്ക്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കുമെന്നുണ്ട്. ഇതിന് സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിലല്ലേ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഇതൊരു സിംഗിൾ മൂവി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എനിക്ക് അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. ഞാൻ പറഞ്ഞില്ല, കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ വന്നു എന്നുണ്ടെങ്കിൽ ആരും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ക്യാരക്ടറായിരുന്നു അത്. കാരണം ഡീപ്പായി എഴുതാത്തതുകൊണ്ടാണ്. ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഡീപ്പായി എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് പോകുന്നുണ്ട് എല്ലാം. ഇപ്പം ഈഗോ ക്ലാഷ് തൊട്ടുപോയി, ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിനും തൊട്ട് പോയി. ഒരു സീറ്റഡ്ജ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും ഒരു താളത്തിൽ ഇങ്ങനെ പോയി കണ്ടാ ഇരിക്കാം. അപ്പോൾ തലവൻ